ആവിയിൽ വേവിച്ചെടുത്ത ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണിന്ന് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് അളവിൽ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരല്പം ചോറ്, ഒരു 5 കഷ്ണം വരിക്കച്ചക്കയാണിത്, 1/2 കപ്പ് അളവിൽ ശർക്കരപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, 1/2 കപ്പ് അളവിൽ തേങ്ങ, 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മൂടി ഈ മാവൊന്ന് പുളിച്ച് പൊങ്ങണം. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു 5-6 ചോള വരിക്കച്ചക്ക ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി, തേങ്ങ, 1 പിടി അവൽ, 1/2 കപ്പ് അളവിൽ ശർക്കര. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഒരല്പം നെയ്യും കൂടെ ചേർത്ത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയും തേങ്ങയും അവലും എല്ലാം കൂടെ നല്ലതുപോലെ വിളയിച്ചെടുത്ത് വന്നിട്ടുണ്ട്. 5 മണിക്കൂറിന് ശേഷം മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ചെറിയ പാത്രത്തിലാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു അപ്പച്ചെമ്പിൽ വെച്ച് ഇതൊന്ന് ആവി കയറട്ടെ. ആവി കയറി കഴിഞ്ഞതിന് ശേഷം നേരത്തെ ചെയ്തു വെച്ച ആ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂടി ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചക്ക കൊണ്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.